മുമ്പത്തെ എപ്പിസോഡുകളിൽ പറയുന്ന കാര്യങ്ങൾ പലതും തോറ്റങ്ങളിലുള്ളതാണ്. ഇനി ആ തോറ്റങ്ങളുടെ ഒരു എണ്ണത്തിനെക്കുറിച്ച് പറയാം. അനുസരിക്കുന്ന തോറ്റം, ശാലിയത്തെ പാട്ട്, പുഴത്തോറ്റം, വെള്ളാട്ടിൻ്റെ തോറ്റം, പന്തലാഞ്ചേരി തോറ്റം, പടവെട്ട് തോറ്റം, വെള്ളിയാഴ്ച തോറ്റം, വെള്ളരി തലക്കലെ തോറ്റം. ഇങ്ങനെ തോറ്റങ്ങൾ. ഈ തോറ്റങ്ങളിൽ ഏതാണ്ടും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ മുണ്ടക്കലാടിക്കുന്ന തോറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് എപ്പോഴും ഈ തോറ്റങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, മുല്ലകല്ലിങ്കൽ വെള്ളിയും വിളക്കും കണ്ട് വരുന്ന വലിയ ദേവാങ്കുടി ജനങ്ങളും ചെറിയ ദേവാങ്കുടി ജനങ്ങളും കവണഞ്ചേരി കുടികളും കിഴന്നൂർ കുടികളും തവന്നൂർ കുടികളും പിന്നെ പൊറ്റയിൽ നായർ, പുല്ലാനൂർ തലകണ്ടപ്പട നായർ, പന്തലാഞ്ചേരിപ്പട നായർ, ചൂഴിയേരി അടികൾ, നെടുവല്ലിക്കാട്ടമ്മാവൻ, തൂവക്കാട്ട് പണിക്കർ. ഇങ്ങനെ ഈ കഥാപാത്രങ്ങൾ, ഈ പ്രത്യേക വ്യക്തിത്വങ്ങൾ മിക്കവാറും എല്ലാ തോറ്റങ്ങളിലും കടന്നുകൂടുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി കുന്നത്ത് കൂട്ടം കൂടിയിട്ട് തെയ്യം തീരുമാനിക്കുമ്പോൾ അതിനൊരുങ്ങുന്ന കാര്യങ്ങൾ: തൂക്കത്തിൽ സ്വല്പം കുറയും പൊന്ന്, കൂനൽ സ്വല്പം കൂടും പൊന്ന്. ഇത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വിൽക്കാനുള്ള സ്വർണത്തെക്കുറിച്ചും വാങ്ങാനുള്ള സ്വർണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വിൽക്കാനുള്ള സ്വർണം മോശം സ്വർണം, നല്ലത് എന്ന് തോന്നിക്കുന്ന കല്ലും, വാങ്ങാനുള്ളത് മോശമെന്ന് തോന്നിക്കുന്ന വാങ്ങാനുള്ളത് നല്ല കല്ലും, നല്ല സ്വർണവും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്വർണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെയും അതാണ് സൂചിപ്പിക്കുന്നത്. തൂക്കത്തിൽ സ്വല്പം കുറയും, പൊന്ന് കൂനൽ സ്വല്പം കൂടും. അപ്പോൾ കിരിയത്തിൽ നേർത്തിയാർക്ക് ചാലിയത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ കിരിയത്തിൽ നേർത്തിയാർക്കുള്ള ആഭരണങ്ങൾ: നെറ്റിക്ക് നെറ്റിപ്പട്ടം, നെറിയയ്ക്ക് പൊൻപൂവ്, കാശിന് കാശകുണ്ടലം, മാറിന് ചുരത്താലി, ചിറ്റുതാലി, നിരവുതാലി, പാകൽപ്പൊന്ന്, തളപ്പൂട്ട്, വീരശങ്കിലി, വലത് കൈയിൽ വിരുതുവള, ഇടത് കൈക്ക് താരവള, 10 വിലക്ക് പതി കഴിഞ്ഞ വീരമോതിരം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നേത്തിയാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും വേറെ ഏതെങ്കിലും ഒരു സ്ത്രീക്കുള്ള സ്വർണ്ണാഭരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ഒരുതരം ഉരുക്ക് ശീലികൾ കാണാമല്ലോ. സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതേ കണക്കായിരിക്കും പറയാം. ഇവറ്റ ചില മെയ്യാഭരണം, കയ്യാഭരണം തട്ടിപ്പണി തീർത്ത് എന്നേ പറയുന്നുള്ളൂ. ഈ ലിസ്റ്റൊക്കെ ഒന്നാണ്. നമ്മുടെ ഈ ഫോക്ലോർ പഠനത്തിലൊരു പ്രത്യേക തരത്തിലുള്ള ടെക്നിക്കലായിട്ട് ഇതിനെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഓറൽ ഫോർമുലായിക് എന്ന് പറയുന്നൊരു തിയറിയെക്കുറിച്ച് പറയും. അതായത് ഒരുക്ക് ശീലികൾ പോകുന്ന വഴി, ഏത് വഴിയാണെങ്കിലും ശരി, ഒരു കഥാപാത്രം പോകുമ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വഴി ഒന്നുണ്ടാവും. ആ വഴി മറ്റാര് പോകുമ്പോഴും ആ തരത്തിലുള്ള ആളുകൾ പോകുമ്പോൾ അതേ വഴിയായിരിക്കും. അതുപോലെ വസ്ത്രത്തിനെക്കുറിച്ച് പറയുമ്പോഴും, ആഭരണത്തെക്കുറിച്ച് പറയുമ്പോഴും, ആയുധത്തെക്കുറിച്ച് പറയുമ്പോഴും, അതുപോലെ പടവെട്ടിനെ കുറിച്ച് പറയുമ്പോഴും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. ഇവിടെ ആ ഒരുക്ക് ശീലികൾ പലപ്പോഴും ഇവിടെ കാണാം. കിഴമതി പൊന്ന് തൂക്കി ഒരമാനം കണ്ട് വെള്ളി ഉരുക്കി തെളിവുമാനം കാണുന്നു. ഇതും ആഭരണത്തിന് കണക്കാണ്. ഇതുകൊണ്ടിട്ട് ഈ തട്ടാൻ, പൊന്നുരുക്കം തട്ടാൻ എങ്ങനെയാണ് ഈ പൊന്ന് കൊടുക്കുന്നത്? ദേവാങ്കൂര വിരിച്ച് പച്ചിലയിൽ വെച്ച് ആശാരം ചെയ്യുന്നു. അതായത് സ്വർണം കൊണ്ടുവയ്ക്കാൻ പറയുമ്പോൾ തറയിൽ വെക്കില്ല എന്ന് പറയുമ്പോൾ ഇല വിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഇലയിൽ ദേവാങ്കൂറ വിരിച്ച് പച്ചിലയിൽ വെച്ച് ആശാരം ചെയ്യുന്നു, പൊൻവെക്കുന്നത്. അങ്ങനെ തട്ടാന് ഊണരിയും കൂലിപ്പണവും കൊടുക്കുന്നു. ഇതുപോലെ ഈ പന്തലാഞ്ചേരി തോറ്റത്തിലും മുണ്ടക്കൽ തോറ്റത്തിലും ഇതേ തന്നെയാണ് പരിപാടി. ഇത് തരത്തിലാണ്. 4 കിരീയത്തിലെ നേർത്തിയാന്മാർക്ക് നെറ്റിക്ക് നെറ്റിപ്പട്ടം, നിരതയ്ക്ക് പൊൻപൂവ്, കാതിന് കാശകുണ്ടലം, മാറിന് ചുരത്താലി, ചിറ്റുതാലി, നിരപതാലി,
വാഗപ്പൊന്ന്, തളപ്പൂട്ട്, പീരശിങ്കിളി, ഇടത് കൈക്ക് താരവള, പത്തുവിലക്ക്. ഇത് ഏത് നെയ്ത്തിയാർക്കും ഏത് സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഈ ആഭരണങ്ങളാണ്. പാർക്കടലാടി കുളിക്കാൻ പോകുമ്പോൾ മുഹൂർത്തം നോക്കും. കണിയാരെ നടയിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. കണിയാരെയാണെങ്കിലും തട്ടാനെയാണെങ്കിലും കൊണ്ടുവരുന്നത് നെടയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അങ്ങനൊരു വരവ്. താന്യം തൊടി പേരിടത്തിലും കൊണ്ടുവന്ന് മലരും പലകയും വെച്ച് അഷ്ടമംഗല്യം വെച്ച് നാൾ തിരയുന്നു. ഏത് തരത്തിലുള്ള മുഹൂർത്തം നോക്കുമ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെ പറയാം. വെച്ചാൽ വെച്ച രാശി കൊണ്ടും ഉദിച്ചാൽ ഉദിച്ച രാശി കൊണ്ടും അഷ്ടമി മുതലായ 7 നാൾ കൊണ്ടും 7 രാവ് കൊണ്ടും ഞായറാഴ്ച മുതലായ 7 ആഴ്ച കൊണ്ടും അശ്വതി മുതലായ 27 നാൾ കൊണ്ടും പ്രതിപദം മുതലായ 15 പക്കം കൊണ്ടും കാലും അരയും മുക്കാലും കൂട്ടി മുഴുവനും പാർത്ത് ആരായുന്നു. ഏത് മുഹൂർത്തം നോക്കുമ്പോഴും ഏത് തെയ്യാട്ടിന് നോക്കുമ്പോഴും പോകാൻ നോക്കുമ്പോഴും ചാലിയത്ത് പോകുമ്പോഴും അതുപോലെ തിറ കുറിക്കുമ്പോഴും ഒക്കെ ഈ ഒരു തരത്തിലുള്ള രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇന്നേക്കൊരു ഞായറാഴ്ച വാവും ചോദ്യവും ഒത്തുവരും. അന്നാൾക്ക് അത് അവിടെ മാത്രം പന്തളാഞ്ചേരി തോറ്റവും മുണ്ടക്കൽ തോറ്റും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇന്നേക്ക് ഞായറാഴ്ച വാവും ചോദ്യവും ഒത്തുവരുന്ന അന്നാൾക്ക് ഒരു ഞായറാഴ്ച വാവും ചോദ്യവും ഒന്ന് ചേരുമ്പോൾ പോയി പാർക്കടലാടി കുളിച്ചു പോരുമ്പോൾ നിങ്ങൾക്കൊപ്പം പോരാൻ തക്കൊരു ദൈവമുണ്ട്. പൊന്നുപോലെ പൂ പോലെ ആ ദൈവം പറഞ്ഞു ഒപ്പിക്കും. ഇത് പന്തളാഞ്ചേരി തോറ്റത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ മുണ്ടക്കൽ തോറ്റത്തിലില്ല. പന്തളാഞ്ചേരി പടനായുടെ പള്ളിക്കും ഐന്തോളത്തിലും വെച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നോളും എന്ന് ഈ ജോത്സ്യർ പറഞ്ഞു കൊടുക്കുന്നു. ചെറുകണിയാനും പെരുക്കണിയാനെയും പെരുക്കി യാത്ര അയക്കുന്നു. ഇത് മുണ്ടക്കൽ അടിക്കുന്ന തോറ്റത്തിൽ, ഇത് പന്തളാഞ്ചേരി പടനായുടെ തോറ്റത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം ഉണ്ട്. പിന്നെ കുളിക്കാൻ പോകുമ്പോൾ ശംഖും കൊമ്പും എടുത്തു വെച്ച് ശംഖിൽ എണ്ണ കൊമ്പിൽ പകർന്ന് കൊമ്പിലെണ്ണ നാരായവും കിണ്ണത്തിൽ പറന്ന് അടിക്ക് ആഴക്ക് മുടിക്ക് മൂഴക്ക് നടുവിന് നാനായി എണ്ണ കൊണ്ട് മെയ് തിരുമ്മിത്തേച്ച് നെരിങ്ങ വാഗ താളി പുളിയിഞ്ചിനിക്കായി നടുക്ക് പൂങ്കുളമെഴിഞ്ഞ് വെള്ളനെ തേച്ച് വെളുക്കെ തേച്ച് കുളി കഴിഞ്ഞ്. ഇതിൽ പന്തളാഞ്ചേരി പടനായർ കുളിക്കുമ്പോഴും പുളിയക്കോട് നായർ കുളിക്കുമ്പോഴും മുണ്ടക്കൽ ഏറാടി കുളിക്കുമ്പോഴും ഒക്കെ വ്യത്യാസമൊന്നുമില്ല. ഈ കൊമ്പും ശംഖും എടുത്തു വെച്ചിട്ടാണ് എണ്ണ തീർത്ത് ഇത്തരിച്ച് കുളിക്കുന്നത്. അതുപോലെ അതിൽ കുറി ഇടുന്നത്, കുറി 72 തിരുവാകക്കുറി ചാർത്തുന്നു കുളി കഴിഞ്ഞിട്ട്. കോലളവ് വെച്ച് ചാർത്തുന്നു. കുന്നത്ത് നെയ്ച്ചോറ് കൂട്ടി വെളുത്തരി ചോറ് കൂട്ടി ആഴയുണ്ട് കുളിരെ എമ്പളം തട്ടി വലിയന വാതിക്കൽ ചെന്ന് കിണ്ടി തളിക മൂറി വെച്ച് ചെറിയ വാതിക്കൽ ചെന്ന് കയ്യും വായും പൂശി ഭക്ഷണം കഴിച്ചതിന് ശേഷം പച്ചടക്ക വെട്ടി വരുന്നു, കിളിയടക്ക ഇട നുറുങ്ങി വരുന്നു, കണ്ണിൽ തെളിവാലൻ വെറ്റില്ല, നാക്കും മൂക്കും ചീന്തി തിരച്ചു വരുന്നു. ഇതിങ്ങനെ ഈ പടനായരായാലും വേണ്ടില്ല, മുണ്ടക്കൽ ഏറാടിയായിരുന്നാലും വേണ്ടില്ല, ഈ മുറുക്കുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ യാത്ര പുറപ്പെടും, ചിലപ്പോൾ സ്വപ്നം കാണും. ഇതാണ് മുണ്ടക്കൽ തോറ്റം. ഈ മുണ്ടക്കൽ തോറ്റത്തിൽ പ്രത്യേകിച്ച് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പന്തളാഞ്ചേരി പടനായരുടെ വീട്ടിൽ ഇങ്ങനെയൊരു ദൈവം വന്ന് ഒരു തറ നടത്തി. അങ്ങനെ ആ തറ നമ്മുടെ വീട്ടിലും നടത്തണം എന്ന് തോന്നി. അങ്ങനെയാണ് മുണ്ടക്കൽ തോറ്റം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പടിഞ്ഞാറ്റിയിൽ ആണ് ദൈവം ആദ്യം വന്നിരുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. ഈ പടിഞ്ഞാറ്റിയിൽ ഏതാണ്ട് ചെറിയൊരു മുറി, അതിൽ നടുക്ക് ചെറിയൊരു പീഠവും അതിലൊരു ചുരികയുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കരിങ്കാളി വന്നിരുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത്, അരീക്കോട് അടുത്താണ് ഈ സ്ഥലം. അപ്പം ഇങ്ങനെ പന്തളാഞ്ചേരി തോറ്റം, അതുപോലെ മുണ്ടക്കൽ അടിക്കുന്ന തോറ്റം, വെള്ളിയാഴ്ച തോറ്റം, വെള്ളരി തലക്കൽ തോറ്റം,
ചാലിയത്തപ്പാട്ട്, ഇങ്ങനെ ഇത്രയും തോറ്റങ്ങൾ. ഈ തോറ്റങ്ങളുടെ പൊതുവായിട്ടൊരു ഘടന ഇങ്ങനെയാണ്. അതായത് ഈ ഏത് തോറ്റത്തിനു മുമ്പ് തുടങ്ങുമ്പോൾ പാലക്കാട്ട് കരിങ്കാളി കരിയാത്ത സ്വരൂപം പെറ്റ അഴകിയ സ്വരൂപ പരദേവതയെ എന്ന് സംബോധനയ്ക്കും. ഇതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് മുണ്ടയ്ക്കലാണ് എന്നെങ്കിലും പക്ഷേ എപ്പോഴും പാലക്കാട്ട് കരിങ്കാളിയെക്കുറിച്ച് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തലസ്ഥാനമായ പാലക്കാടല്ല. ഇത് അരീക്കോടിനടുത്തുള്ള പാലക്കാട് എന്ന ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു കരിങ്കാളി ക്ഷേത്രമുണ്ട്. ഇത് പാല എന്ന് പറയുന്ന വാക്ക് ഈ കരിങ്കാളി തോറ്റത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇത് പാലക്കാട് കരിങ്കാളിയും പാലക്കോട്ട് കരിങ്കാളിയും ഉണ്ട്. രണ്ട് കരിങ്കാളി ക്ഷേത്രങ്ങളുണ്ട്. പാല ഒരു പ്രധാനപ്പെട്ട പൂവായിരുന്നു. പാലയുടെ പിന്നെ പൂവിനെക്കുറിച്ച് പറയാറുണ്ട്, പാലയെക്കുറിച്ച് പറയാറുണ്ട്. പാല കുത്തിച്ചെരിച്ചു കളഞ്ഞു ദൈവം എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഈ മരത്തിനെക്കുറിച്ചല്ല ഈ സൂചിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു നമ്മുടെ സംഘകാലത്ത് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. 5 തിണകൾ. തമിഴകത്തിന് 5 തിണകളെക്കുറിച്ചാണ് പറയുക. 5 തിണയിൽ ഒന്നാമത്തത് കുറിഞ്ചി, രണ്ടാമത്തത് നെയ്തൽ, പാല, അതുപോലെ മരുതം, ഇങ്ങനെ കുറേ പേരുകളുണ്ട്. കുറിഞ്ചി, മുല്ല, പാല, നെയ്തൽ എന്നിങ്ങനെ 5 തിണകളാണ്. ഈ തിണകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഭൂമിശാസ്ത്രമാണ്. ഈ പ്രദേശത്ത് ഇന്ന ദൈവങ്ങൾ, ഇന്ന ആചാരങ്ങൾ, അവരുടെ ജീവിത രീതി ഇന്നതൊക്കെ ആയിരിക്കും എന്നൊരു സൂചന നമ്മുടെ സംഘസാഹിത്യത്തിൽ കാണാം. പാല എന്ന് പറയുന്ന തിണ മരുഭൂമി പോലെയാണ്. എന്നുവെച്ചാൽ വരണ്ട ഭൂമിയാണ്. പക്ഷേ കരിമ്പന അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ കാണും. പാല എന്ന് പറയുന്നത് സ്ഥലത്ത് താമസിക്കുന്നത് എയ്നർ എന്ന് പറയുന്ന വിഭാഗക്കാർ. പഴയ തമിഴ് സാഹിത്യത്തിൽ എയ്നർ എന്ന് പറയുന്നൊരു വിഭാഗക്കാരാണ് അവിടെ താമസിക്കുക. അവരുടെ ജീവിതമാണ് അവിടെ. അവരുടെ ദൈവം കൊറ്റവിയാണ്. പാല എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പുള്ള പാലക്കൊമ്പ് നമ്മുടെ അയ്യപ്പൻ മടക്കൊക്കെ കാണാം, കേൾക്കുന്നത് കാണാം, കൊണ്ടു നടക്കുന്നത് കാണാം. ഈ പാലക്കൊമ്പ് ഇന്ന സ്ഥലത്ത് എഴുന്നേൽച്ചു വരുന്നു. അപ്പോൾ പാല എന്നുള്ള സ്ഥലമാണോ പാല എന്നുള്ള വൃക്ഷമാണോ എന്നറിയില്ല. ഇതിന് രണ്ടും പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. പാലക്കൊമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാല എന്നുള്ള സ്ഥലം ആണ് കരിങ്കാളിക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അതായത് കൊറ്റവയ്ക്ക് ഇഷ്ടപ്പെട്ട കൊറ്റയുമായിട്ട് ചെറിയൊരു ബന്ധം കാണാം ഈ തരത്തിൽ. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള എന്ന് വെച്ചാൽ തീർത്തും കൊറ്റവയോട് സാമ്യം ഇല്ലാത്തതുമായ ഒരു കരിങ്കാളി ദേവതയാണ് എന്ന് വേറെ പറയേണ്ടി വരും. അപ്പം ഇങ്ങനൊരു കാര്യം കൂടി അതിനിടയിലുണ്ട്, ശ്രദ്ധിക്കാം. ഇനി ഈ പറഞ്ഞ തോറ്റങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത വേറെ ഒരു തരത്തിലുള്ള തോറ്റമുണ്ട്. അതായത് പടവെട്ട് തോറ്റം എന്നാണെന്ന് പറയാം. പടവെട്ട് തോറ്റം ഇത് ചെറുപാറക്കാവിൽ നിന്ന് താമസിച്ച 7 നാൾക്ക് ശേഷം ഇങ്ങനെയൊരു ഭദ്രകാളിയെക്കുറിച്ച് കേട്ടു. എന്നുവെച്ചാൽ ഈ പന്തലാഞ്ചേരി താമസിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് തെയ്യം. പല സ്ഥലങ്ങളിൽ ഓരോ കാലത്തും ഓരോ സ്ഥലത്തേക്ക് പോകും. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ചെറുപാറക്കാവിൽ കുറച്ച് കാലം താമസിക്കുന്നു. അവിടെ നിന്ന് 7 നാൾക്ക് ശേഷം ഒരു വാർത്ത കേൾക്കുകയാണ്. കൊടകൽമല വാഴുന്ന ഒരു ഭദ്രകാളി വരുന്നുണ്ട്. ഏറനാട് നടുവത്ത് ഒരു ഭദ്രകാളി എത്തിയിട്ടുണ്ട്. വടക്ക് കുടകുമല വാഴും ഭദ്രകാളിയാണ്. അത് ഈ സ്ഥലത്തിന്, ഈ ആളുകൾക്ക്, ഇവരുടെ പെരുമാറ്റത്തിന് ഒന്നും യോജിക്കാത്തൊരു ഭദ്രകാളിയാണത് എന്ന് കരിങ്കാളി തീരുമാനിക്കുന്നു. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലും, നമ്മൾ ഈ തിരുനാവായക്കാവിൽ നിന്ന് വരുന്ന വഴിക്ക് 2 കാര്യം വിചാരിച്ചിട്ടാണ് പോരുന്നത്. ഒന്ന്, വളനാട് കാവ് ഭഗവതിയെ കാണണം.
ഏറനാട് കുടികൊള്ളണം, ഭദ്രകാളിയായിട്ട് പടവെട്ടണം തീരുമാനിച്ചിട്ടാണ് വരുന്നത്. അത് വേറെ വ്യത്യാസമൊന്നുമില്ല. ആ ഭദ്രകാളിയെ കാണുന്നു. കുടകുമല വാഴും ഭദ്രകാളി, നിന്റെ കണ്ണ് കനത്ത ബലവീര്യം കാണണമെന്ന് കരിങ്കാളി പറയുകയാണ്. നിന്റെ കരുത്തെന്താണെന്ന് അറിയണം. കന്നുകാലിയേക്കും ചെറുമനുഷ്യർക്കും പറ്റാത്ത ഒരു വാണിഭത്തെയും കൊണ്ടാണ് നീ വന്നിട്ടുള്ളത്. കന്നുകാലികൾക്കും സാധാരണ മനുഷ്യർക്കും പറ്റാത്ത എന്തോ ഒരു കാര്യമാണ് ഈ വാണിഭം എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല, പലപ്പോഴും വളവാണിഭം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കയ്യിലിരിപ്പ് എന്നൊന്നുള്ള അർത്ഥമായിരിക്കും. ഏതായാലും അത് കാണട്ടെ എന്ന് പറഞ്ഞു. അയ്യനാകുന്ന എരുതുമ്പിലാണ് ഈ ഭദ്രകാളി വരുന്നത്. കൊടക്കുമാല വാഴുന്ന ഭദ്രകാളി നടുവത്തുകൂടി വരികയാണ്. നടുവത്തുകൂടി വരുമ്പോൾ ഈ കരിങ്കാളി അത് കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു എരുതിൻ്റെ പുറത്താണ് വരുന്നത്. ഭദ്രകാളി അലറി വിളിച്ച് 4 ഭാഗവും നോക്കി, കാണാനില്ല. ഈ ശബ്ദമൊന്നും കാണാനില്ല, ആരെയും കാണാനില്ല. അവസാനം വടക്കോട്ട് ഒന്ന് അലറിയപ്പോൾ കരിങ്കാളിയെ കാണുന്നു. ആരാൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഭദ്രകാളിയോട് പറയുകയാണ്, ഇത് എൻ്റെ നാടാണ്, നിൻ്റെ നാടല്ല. എൻ്റെ നാട് പറഞ്ഞ് കലഹിക്കും എങ്കിൽ നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് കാണണം കരിങ്കാളി. നിൻ്റെ നാടല്ല, അത് എൻ്റെ നാടാണ്. ആലോചിച്ച് നോക്കണം. തിരുവഞ്ചക്കുളത്തുനിന്ന് വരുന്നതാണ്. തിരുനാവായെ താമസിച്ച് പിന്നെ നാടൊക്കെ സഞ്ചരിച്ച് വരികയാണ്. അപ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്ക് കരിങ്കാളിക്ക് ഏറനാട് സ്വന്തം നാടായി. ഇത് എൻ്റെ നാടാണ്, നിൻ്റെ നാടല്ല, നിനക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല എന്ന് ഭദ്രകാളിയോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന് കാണണം. ചെറുമനുഷ്യർക്കും കന്നുകാലികൾക്കും പറ്റാത്ത വാണിഭവുമായി ഈ വഴിക്ക് വരരുത്. സാധാരണ മനുഷ്യന് പറ്റാത്ത ഒരു ഏർപ്പാടുമായിട്ട് ഇവിടെ വരരുത്. ഇതനുസരിക്കഴിഞ്ഞാൽ നീ ഇരിക്കുന്ന പൂമരം വടക്കോട്ട് കുത്തിച്ചായ്ക്കും. ഞാൻ പറയുന്നത് കേൾക്കാതിരുന്നാൽ വടക്കോട്ട് കുത്തിച്ചായ്ക്കും നീ ഇരിക്കുന്ന മരം. കരിങ്കാളിയോട് പറയണം, നിൻ്റെ എരുതിൻ്റെ മുൻകാൽ വെട്ടി വഴിവാണിഭത്തെ ഞാൻ തീർക്കും. നിൻ്റെ കാളയുടെ മുൻകാലുകൾ വെട്ടും. അപ്പം ഇങ്ങനെ ഇത്രയൊക്കെ ഈ കരിങ്കാളിയും ഭദ്രകാളിയും തമ്മിലുള്ള യുദ്ധത്തിൽ വാക്കുകളെ കൊണ്ട് പറിച്ചിട്ടുള്ളൂ. സാധാരണ യുദ്ധത്തിന് അട്ടഹാസനം വിളിക്കുമ്പോൾ ഒരുപാട് ബഹളങ്ങൾ, ഒരുപാട് ശബ്ദങ്ങൾ, ഒരുപാട് ചീത്ത വിളിക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ല. ഇത് കുറച്ച് മാന്യമായിട്ടുള്ള വർത്തമാനം കാണുന്നത്. നീ ഇന്നെ മാതിരി ചെയ്യുമെങ്കിൽ ഞാൻ ഇന്നെ മാതിരി ചെയ്യും, നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്താൽ നിൻ്റെ എരുതിൻ്റെ മുട്ടും എൻ്റെ മുൻഭാഗത്തെ 2 കാലും വെട്ടും എന്ന് പറഞ്ഞ് വെട്ടി വഴുതെടുക്കുന്നു. പൂളമരം ചാരി ഇരിക്കുന്ന കോൽവാളും ഒക്കെ എടുത്ത് കാല് വെട്ടി ഇരിക്കുന്നു. ഉടനെ പടവെട്ടാൻ 2 പേരും പടവെട്ടാൻ ഒരുക്കുന്നു. പടവെട്ടി തുടങ്ങുന്നു. പടവെട്ടാൻ തെയ്യം പോകുന്നു. 2 പേരും പോകുന്നു. ഭദ്രകാളിയും കരിങ്കാളിയും കൂടെ പടവെട്ടും. മലയും തമ്മിൽ പെറും പോലെ, ഊർപ്പോത്തും കാട്ടുപോത്തും പെറുന്ന പോലെ ദേവകളും അസുരകളും തങ്ങളും തമ്മിൽ പൊരുതുന്നത് പോലെയായിരുന്നു ഭദ്രകാളിയുടെയും കരിങ്കാളിയുടെയും യുദ്ധം എന്ന് പറയുന്നു. ഇത് എല്ലാ ദേവന്മാരുടെയും യുദ്ധം, ദേവയാസുര യുദ്ധത്തിലൊക്കെ ഒരു കാര്യം പറയാറുള്ളൂ. രാമരാവണ യുദ്ധത്തിനൊക്കെ അങ്ങനെ പറയാറുള്ളൂ. രാമരാവണ യുദ്ധം രാമരാവണയോരിവ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിനെ കുറിച്ചൊരു വർണ്ണന. ഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഏറനാടൻ സമ്പ്രദായത്തിൽ യുദ്ധം എന്ന് പറയുന്നത് ഇല്ല. ഒറ്റയ്ക്കുള്ള പയറ്റാണ്. ഇവിടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് തോടുകളും മലകളും ചതുപ്പ് പ്രദേശമൊക്കെയുള്ള ധാരാളമുള്ള സ്ഥലത്ത് വലിയൊരു പടയ്ക്ക് നീങ്ങാനുള്ള അവസരമില്ല. വലിയൊരു പടയ്ക്ക് നീങ്ങാൻ കഴിയില്ല. അവിടെ അങ്ങനത്തെ ഒരു യുദ്ധമില്ല. അത് ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ശക്തി പരിശോധിക്കൽ മാത്രമേ നടക്കുള്ളൂ. മറ്റതൊക്കെ നമ്മൾ കഥകളിൽ പറയുമെങ്കിലും ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണ് ആരോമൻ ശേഖകുമാരും അതുപോലെ
വടക്കൻ കേരളത്തിലെ അഭ്യാസികളുമൊക്കെ ഉണ്ടായത്. ഓരോരുത്തരുടെ അവരുടെ മെയ് അഭ്യാസത്തിൻ്റെ കഴിവ് കൊണ്ട് അവർ പ്രസിദ്ധരാകും. അതുപോലെയാണ് ഇവിടെയും ഈ യുദ്ധത്തെയും കുറിച്ച് പറഞ്ഞത്. ഭദ്രകാളിയും കരിങ്കാളിയും തമ്മിലുള്ള യുദ്ധം. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് ഈ യുദ്ധം നടക്കുന്നത് കൊണ്ടോട്ടിക്കടുത്ത് ഉള്ള ഒരു കുന്നിന് മുകളിലാണ്. കൊണ്ടോട്ടിയുടെ വടക്ക് ഭാഗത്ത് ചേപ്പിലക്കുന്ന് എന്ന് പറയുന്നൊരു കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വടക്കോട്ട് നോക്കിയാൽ ഈ കുന്ന് കാണാം. ദൂരെ ചേപ്പിലക്കുന്ന് എന്ന പേരുള്ള കുന്ന് കാണാം. കൊണ്ടോട്ടിയുടെ വടക്ക് ഭാഗത്താണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഭദ്രകാളിയും കരിങ്കാളിയും തമ്മിൽ യുദ്ധമുണ്ടായത് എന്ന് ഈ ചേപ്പിലക്കുന്നിൽ കയറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചേപ്പിലക്കുന്നിലേറി യുദ്ധം മുറുകുന്നു. അവിടെ വെച്ചാൽ യുദ്ധം ഗംഭീരമാകുന്നു. തിരിഞ്ഞ് ഭദ്രകാളി മറിഞ്ഞു നോക്കുമ്പോൾ കരിങ്കാളി തിരിഞ്ഞ് ഒരു വെട്ടിന് 3 മുറിയായി ഭദ്രകാളിയെ വീഴ്ത്തി. ഭദ്രകാളിയുടെ മുഖം ചവിട്ടിപ്പറിച്ച്, കണ്ണ് ചവിട്ടിപ്പറിച്ച് പള്ളിവാൾ സ്വന്തമാക്കുന്നു. അതുപോലെ ഭദ്രകാളിയുടെ തലമുറിയും കാൽമുറിയും ചെമ്മലയ്ക്കും പടുമലയ്ക്കും പോയി എറിയുന്നു. നടുമുറി ചേപ്പിലക്കുന്നിൽ ചവിട്ടി താഴ്ത്തുന്നു. അതോടെ ആ യുദ്ധം അവസാനിക്കുന്നു. പക്ഷേ യുദ്ധം ചെയ്തിട്ട് കരിങ്കാളി ക്ഷീണിച്ചു. അപ്പോൾ ഒരു വെള്ളം കുറച്ച് വേണം, ഒന്ന് കുളിക്കണം. നോക്കുമ്പോൾ താഴത്തേക്ക് പതുക്കിറങ്ങി നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഒരു തുള്ളി വെള്ളം കിട്ടണം, നിവൃത്തിയില്ലാതെ നോക്കുമ്പോൾ ഒരു ഊരെങ്കിൽ വാഴും ഉടൻപിറപ്പ് എന്നൊരാൾ വിളിക്കുകയാണ്. ഒരു ചക്കാല നായരാണ്. എന്നിട്ട് ചക്കാല നായരുടെ അടുത്ത് ചെല്ലുന്നു. ഈ എരുതിൻ്റെ പുറത്ത് കയറി ചെന്നിട്ട്, എനിക്ക് ഭദ്രകാളിയോട് പടവെട്ടിയിട്ട് കൈയും ശരീരവും വേണം ദൈവന്നു, എനിക്ക് കുറച്ച് എണ്ണ വേണം. ഇയാൾ എണ്ണയാട്ടുകാരനാണ്. കുറച്ച് എണ്ണ വേണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് പറയാണ്. അപ്പോൾ നാട്ടിൽ നാൾ അവിടെ ഇല്ല. ചക്കിന് മറുതണ്ട് പിടിക്കാൻ ആളില്ല, എള്ളുകോരി ഇടാൻ ആളില്ല, അതുപോലെ ഈ ചക്കിന് പൂട്ടാൻ എരുതില്ല. ഇവിടെ എരുത് മെയ്യാണ്. അപ്പോൾ തരാൻ വഴി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ കരിങ്കാളി മേയുന്ന കാളകളെ പിടിച്ച് ചക്കിൽ കെട്ടി എള്ള് കോരിയിട്ട് ഈ ചക്കിലിട്ടു. ഒന്ന് ചക്കിലിട്ടിരിക്കുമ്പോൾ അത് ചക്കിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ചക്കാൻ പുറത്തേക്ക് പോയപ്പോൾ അയാളുടെ കുട്ടിയെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ എടുത്തിട്ട് ചക്കിന് മറുതണ്ട് പിടിപ്പിച്ച് ഈ ചക്കിലിട്ട് ആട്ടി. എണ്ണ പതച്ചു വരുന്നതോടുകൂടി കുട്ടിയുടെ രക്തവും പതച്ചു വന്നു. അതെടുത്ത് ആ രക്തവും എണ്ണയും കൂടി എടുത്ത് പുരട്ടി, വേനാകെ പുരട്ടി. ഇത് കണ്ട് വരുന്ന ചക്കാൻ വളരെ ദുഃഖത്തോടു കൂടി നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് സാരമില്ല, നിൻ്റെ ഒരു കുട്ടിക്ക് വരാം, നിനക്ക് 2 കുട്ടിയെ ഉടൻ തന്നെ തോറ്റി തരുന്നുണ്ട് എന്ന് കരിങ്കാളി ചക്കാനോട് പറഞ്ഞു. കുട്ടിയെ അവിടെ തന്നെ തോറ്റി കൊടുത്തിട്ട് പോയി എന്നാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അവിടെ നിന്ന് പോയിട്ട് ഒരു ശൂലം കുത്തിയിട്ട് ഒരു കൽച്ചറ ഉണ്ടാക്കി. ആ ചിറയിൽ 100 അടി ആഴമുള്ള ചിറ ഉണ്ടാക്കി കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചിറയിൽ മുങ്ങി, ഈ ശൂലം മുന്നിട്ടാണ് ചിറ ഉണ്ടാക്കുന്നത്. ആ ചിറയിൽ കുളിച്ച് പിന്നെ വരുമ്പോൾ മോണ്ടക്കൽ മൂസിൻ്റെ ഇല്ലത്തേക്കാണ് പിന്നെ പോകുന്നത്. മോണ്ടക്കൽ തിരുവേലി പേരെന്താണ് പറയുന്നത്, ഈ മൂസിൻ്റെ അടുത്താണ് പോകുന്നത്. മോണ്ടക്കൽ മൂസ് എന്നാണ് പറയുന്നത്. ഇയാൾ ഒരു ചെറിയൊരു സാമൂതിരിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സൂചന ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ മോണ്ടക്കൽ മൂസ് ആണ് അതിലേറ്റവും മൂത്ത ആളാണ് തെനയഞ്ചേരി ഇളയതായിട്ട് മാറുന്നത്. സാമൂതിരിയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ട് മാറുന്നത് തെനയഞ്ചേരി ഇളയതാണ്. സാമൂതിരി അരിയിട്ടു ആഴ്ചയ്ക്ക് തെനയഞ്ചേരി ഇളയതിൻ്റെ സാന്നിധ്യം വേണം. ഇതാണ് ഇത്
സാമൂതിരിക്ക് ഒരു വളരെ സങ്കടകരമായ ഒരവസ്ഥയുണ്ടായി. അഭിമാനം അങ്ങേയറ്റം പോകുന്നൊരു ഘട്ടമുണ്ടായി. മാനക്കേടും അങ്ങനെ കുറേ കാര്യങ്ങളും. അപ്പോൾ ആ മാനക്കേടിൽ നിന്ന് രക്ഷിച്ച ആളാണ് മോണ്ടമ്പലത്ത് മൂസ എന്ന് പറയുന്നത്. സാമൂതിരിയെ ആ മാനക്കേടിൽ നിന്ന് രക്ഷിച്ചു. അതിന് പകരമായിട്ട് നന്നമ്പർ കോവിലകത്തിലെ ശാഖയിൽപ്പെട്ട ഒരു കോവിലകം, ഈ മുറയൂരിലുള്ള കോവിലകം ഈ മോണ്ടമ്പലത്ത് മൂസിന് വേണ്ടി കൊടുത്തു. അത് വാങ്ങിയത് പാറനമ്പിയുടെ നേതൃത്വത്തിലാണ്. പാറനമ്പി ഈ കോവിലകത്തെ തമ്പുരാൻ കുളിക്കുമ്പോൾ കുളക്കടവിൽ ചെന്നിട്ട് വാളുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, വാളും നീരും പൂവും കൂട്ടി ഇത് തന്നോളൂ, അല്ലെങ്കിൽ വാള് കാണിച്ചു കൊടുത്തു. നീരും പൂവും കൂട്ടിയിട്ട് ഈ കോവിലകം തെനയഞ്ചേരിയുള്ളത് സാമൂതിരിപ്പാടിന് വേണ്ടി വാങ്ങി അത് ഈ മോണ്ടമ്പലത്ത് മൂസിന് അദ്ദേഹം കൊടുത്തു എന്നാണ് ഒരു കഥ പറയുന്നത്. ഇത് പുൽപ്പറ്റുള്ള ഏറാടി മാഷ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് സാധാരണ ഇതിലൊന്നും കാണാൻ, ടെക്സ്റ്റിലൊന്നും കാണില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ കിട്ടിയ കഥയാണ്. അപ്പം അങ്ങനെ ഈ മൂസ അങ്ങനെ മോണ്ടമ്പലത്ത് മൂസിൻ്റെ അടുത്ത് കരിങ്കാളി ചെല്ലുന്നു. അപ്പം മൂസ് ചോദിച്ചു, മൂസിനോട് കരിങ്കാളി പറഞ്ഞു, എനിക്ക് പാല് വേണം, ഒരു കിണ്ടി പാല് വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ പടവെട്ടി ക്ഷീണിച്ചിട്ട് വരികയാണ്, അതുകൊണ്ട് ക്ഷീണം തീർക്കാൻ പാല് വേണം എന്ന് പറഞ്ഞപ്പോൾ മൂസ് പറഞ്ഞു, ഇത് ആണുങ്ങൾ തമ്മിൽ പടവെട്ടിയിട്ട് എന്ന് കേട്ടിട്ടുള്ളൂ, സ്ത്രീകൾ തമ്മിൽ അങ്ങനെ പടവെട്ടിയിട്ട് ക്ഷീണിച്ച് വരികയെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇവിടെ പാലുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കരിങ്കാളി മൂസിനെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഈ കുന്നിൻ്റെ മുകളിൽ കയറി കാണിച്ചു കൊടുത്തു. ഇവർ 3 മുറിയായിട്ട് കിടക്കുന്നതും മുറിഞ്ഞു കിടക്കുന്നതും കരിങ്കാളിയുടെ കുത്തിപ്പറിച്ച കണ്ണും കെമിസ്ട്രിയും ശൂലവും വാളും ഒക്കെ കാണിച്ചു കൊടുത്തു. ബോധ്യമായിട്ട് അദ്ദേഹം സാഷ്ടാംഗം പറഞ്ഞ് ഒരു പാത്രത്തിൽ പോലെ 20 പാത്രം പാലൊക്കെ കൊടുത്തു എന്നാണ്, അതാണ് വിശ്വാസം. പക്ഷെ എന്തോ ഈ മോണ്ടമ്പലത്ത് മൂസും കരിങ്കാളിയായിട്ട് തമ്മിൽ എന്തോ ബന്ധപ്പെടുന്നുണ്ട്. ഒരു സാധാരണ നിലയ്ക്ക് പാലും വെള്ളി തുടങ്ങിയ ചടങ്ങുകൾ നടക്കുമ്പോൾ വെളിച്ചപ്പാട് കൽപ്പിക്കുന്നത് വരും. കൽപ്പിക്കുമ്പോൾ മോണ്ടമ്പലത്ത് മൂസിനെ സാമൂതിരിപ്പാടിനോട്, മോണ്ടമ്പലത്ത് മൂസിനോട്, നമ്പൂതിരിമാരോട്, അതുപോലെ ചതുർവർണ്ണത്തിൽപ്പെട്ട നായന്മാർ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഓരോരുത്തരോടും ഓരോന്നാണ് കൽപ്പിക്കുന്നത്. ആ കൽപ്പനയെക്കുറിച്ച് പിന്നീട് പറയാം. ഈ മോണ്ടമ്പലത്ത് മൂസിനെ കൽപ്പിക്കുന്നത് ആ സമയത്ത് പറയുന്നത്, ആപത്ത് കാലത്ത് സഹായിച്ച എൻ്റെ ഉണ്ണിയല്ലേ, വലങ്കൈ ആയുധത്താണേ, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഒരു പേര് എവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മോണ്ടമ്പലത്ത് മൂസിനൊരു പ്രശസ്തി ഈ വഴിക്ക് കൊടുക്കുകയാണ് കരിങ്കാളി. ഈ ആയുധം എൻ്റെ വലങ്കൈ ആയുധത്താണേ, മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സ്ഥാനമാണ് മോണ്ടമ്പലത്ത് മൂസിന് കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു. അങ്ങനെ കരിങ്കാളി വീണ്ടും ഇറങ്ങി മറ്റു ചില കാവുകളിലേക്ക് യാത്രയാവുകയാണ്. ഇതാണ് ഈ പടവെട്ട് തോറ്റം. ചെറുപ്പാറയിൽ നിന്ന് വന്നിട്ട് 100 ആഴമുള്ള ചെറയിൽ കുളിച്ച് വൃത്തിയായിട്ട്. ഇതാണ് ഈ മലവെട്ട് തോറ്റത്തിൻ്റെ കഥ.